കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിന് വന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായമാണ്. അവിടെ നമ്മൾ യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണുകയാണ്. ആർക്കു വേണ്ടിയാണ്? വിശ്വാസത്തെ എക്സർസൈസ് ചെയ്യുന്നവർക്ക് വേണ്ടി. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ശരീരത്തിൽ വെളിപ്പെട്ട ആ കാലത്ത് സൗഖ്യം പ്രാപിച്ചവരുടെ വിശേഷങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുകയാണ്. യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. യേശു കർത്താവ് ഇന്ന് ശരീരരൂപത്തിൽ നമ്മുടെ കൂടെ ഇല്ല, അതൊരു നഷ്ടമാണ്. പക്ഷേ വചനമായിട്ട് നമുക്ക് കിട്ടാൻ ഒരു ഭാഗ്യമുണ്ടായി. ഏറ്റവും അധികം സുവിശേഷ വേല നടക്കുന്ന ഒരു തലമുറയിൽ നമ്മൾക്കായിരിക്കാൻ ഭാഗ്യം കിട്ടി. പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണം? 4 സുവിശേഷങ്ങൾ നോക്കിക്കുക. 4 പേര് ചേർന്ന് ഒരു മനുഷ്യനെ പൊക്കിക്കൊണ്ട് വന്നു, അവരുടെ വിശ്വാസം കണ്ടു, സൗഖ്യമാക്കി. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആവശ്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ വിഷയങ്ങളും പൊക്കിയെടുത്തുകൊണ്ട് നമ്മൾ ഈ സുവിശേഷങ്ങളിലേക്കൊന്ന് വന്നാൽ ഇന്നും നമുക്ക് സൗഖ്യം കിട്ടും. യേശു അവരുടെ വിശ്വാസം കണ്ട് പാപമോചനം കൊടുത്തു. അപ്പോൾ സുവിശേഷങ്ങൾ വായിച്ചാൽ പാപമോചനം കിട്ടും. എത്ര സന്തോഷമാണ്! നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ ക്ഷമിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. 1-ാമത്തെ പടി അതാണ്. പാപമോചനം കിട്ടിയാൽ എല്ലാമായി. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് ആദ്യം കൊടുക്കേണ്ടത് അതാണ്. രോഗിക്ക് ആദ്യം കൊടുക്കേണ്ടത് അതാണ്. കടബാധ്യതയിൽ തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് ആദ്യം കൊടുക്കേണ്ടത്, അവൻ്റെ ഉള്ളിൽ നീറുകയാണ്. കുടുംബം തകർന്നവന്, മറ്റസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവന് യേശുവിൻ്റെ സുവിശേഷത്തിലുള്ള പാപമോചനം അവന് കൊടുത്തു നോക്കിക്കേ. ഉണങ്ങിയ വൃക്ഷം വീണ്ടും തളിർവിടുന്നത് പോലെ അവൻ തളിർക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ശാരീരിക സൗഖ്യം നടക്കും. രണ്ടാമത് നമ്മൾ കാണുന്നത്, പാപിയായൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നു. അല്ലെങ്കിൽ ചുങ്കക്കാരൻ എന്ന് പറയുന്നത് അന്ന് സൊസൈറ്റിയിൽ ഔട്ട്കാസ്റ്റാണ്. വലിയ ബഹുമാനമില്ല. ജാതികളുടെ ഇടയിൽ ബഹുമാനമുണ്ട്, ധനവാന്മാരായതുകൊണ്ട്. അല്ലാതെ വിശ്വാസികളുടെ ഇടയിൽ ബഹുമാനമില്ല. അവനെ യേശു കർത്താവ് വിളിച്ചപ്പോൾ അവൻ അനുഗമിച്ചു. അതാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. പിന്നെ ഒരാൾ വന്നു, ഒരു പ്രമാണി വന്നു, യേശുവിനെ നമസ്കരിച്ചു. എന്നിട്ട് പറയുന്നത്, എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, മരിച്ചു. എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ. അപ്പോൾ മരിച്ച ചില വിഷയങ്ങൾ കൊണ്ടുപോവാ, സുവിശേഷത്തിലേക്ക് കൊണ്ടുപോവാ. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും ഒക്കെ ഒന്ന് കൊണ്ടുവന്നേ. ആ വിഷയം ഒന്ന് വെച്ചിട്ട് വചനത്തോടൊന്ന് വെച്ച് പ്രാർത്ഥിച്ചേ. ആ വിഷയം വെച്ചിട്ട് വചനം ഒന്ന് ധ്യാനിച്ചേ. ആ വിഷയം വീണ്ടും ജീവിക്കും. രോഗിണിയായൊരു സ്ത്രീ 12 വർഷമായിട്ട് കഷ്ടപ്പെടുന്നു. അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞു. വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതൽ അനുഭവിക്കാം. അവൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തു. യേശു കർത്താവ് അവളെ മാനിച്ചു, മകളെ എന്ന് വിളിച്ചു, സമാധാനം കൊടുത്തു, സൗഖ്യം കൊടുത്തു. പിന്നെ 2 കുരുടന്മാർ നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. യേശു കർത്താവ് വീട് വരെ എത്തുന്നവരെ മൈൻഡ് ചെയ്തില്ലല്ലോ. കാരണം ഇവർ ആവശ്യക്കാരൻ ആണോ, അല്ലെങ്കിൽ എന്നിൽ വിശ്വാസമുണ്ടോ, മെനക്കിടാൻ തയ്യാറാണോ എന്ന് നോക്കും. സഭയെ വരുന്ന ഒരാൾക്ക് ഉടനെ കർത്താവ് എന്താ വിടുതൽ കൊടുക്കാത്തത്? അങ്ങനെ വിടുതൽ കൊടുത്താൽ വരാൻ എല്ലാവരും ഉണ്ടാകും. കറക്റ്റായിട്ട് ഒരാളെ എല്ലാവർക്കും കിട്ടണ്ടേ? ഇപ്പോൾ കല്യാണം കഴിക്കാൻ നേരം ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടിയാൽ മതിയോ? ഏതെങ്കിലും ഒരു ചെറുക്കനെ കിട്ടിയാൽ മതിയോ? കാണുന്ന എല്ലാവരെയും കയറി മകളെ എന്ന് വിളിക്കുമോ, മകനെ എന്ന് വിളിക്കുമോ, അപ്പാന്ന് വിളിക്കുമോ? അപ്പോൾ വരുന്നവൻ ആവശ്യബോധമുള്ളവനാണോ, അവന് വിശ്വാസമുണ്ടോ എന്ന് കർത്താവ് ടെസ്റ്റ് ചെയ്യുന്നു. ഇത്തിരി കടുപ്പമുള്ള ടെസ്റ്റായത്. കാരണം അന്ധന്മാർ നിലവിളിച്ചുകൊണ്ട് ആ വഴിയിലെല്ലാം നടന്ന് വീണും എഴുന്നേറ്റും അവർ യേശുവിൻ്റെ പുറകെ ചെന്നു. യേശു കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. പിന്നെ നമ്മൾ കാണുന്നത്, ഭൂതഗ്രസ്തനായ ഒരു ഊമൻ. യേശു കർത്താവ് ഭൂതത്തെ പുറത്താക്കി അവൻ സംസാരിച്ചു. പലയിടത്തും മിണ്ടാതാക്കുന്ന ഒരു ഭൂതമുണ്ട്. അത് ഭയമിടുന്ന, ഓഫീസിലാകാം, വീട്ടിലാകാം, ചർച്ചിലാകാം. ഭൂതം കയറി വായടച്ച് കളയും. വചനം ധ്യാനിക്കണം, വചനം കൺഫസ് ചെയ്യണം, ഭൂതം ഓടിപ്പോകും. നിങ്ങൾ സംസാരിക്കും, ഹല്ലേലൂയ. ഭോഷൻ പട്ടണവാതിക്കൽ വായ് തുറക്കുന്നില്ല. അപ്പോൾ വായ് അടപ്പിക്കാൻ നോക്കും, നമ്മളെ ഭോഷനാക്കാൻ നോക്കും ഭോഷ്കിൻ്റെ പിതാവ്.
നുണയൻ്റെ അപ്പൻ. യേശുവിനാൽ വചനത്താൽ സംസാരിക്കണം. ഈ അത്ഭുതങ്ങളിൽ എല്ലായിടത്തും നിങ്ങളൊരു പ്രതിയോഗിയെ ശ്രദ്ധിച്ചു. അത് ശാസ്ത്രിമാരാണ്, പരീശന്മാരാണ്. അത് നിങ്ങളുടെ സഭയിലുണ്ടോ എന്നുള്ളതല്ല, നാട്ടിലുണ്ടോ എന്നുള്ളതല്ല, നിങ്ങളുടെ അകത്തുണ്ടോ എന്നുള്ള പ്രശ്നം. നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു ആക്ഷൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പാപമോചനം വചനത്തിൽ നിന്ന് പ്രാപിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ അകത്തിരുന്നൊരുത്തൻ പറയും, അവൻ ഉള്ളം കൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട, അതിനുള്ള മറുപടി വചനത്തിൽ തന്നെയുണ്ട്. യേശു കർത്താവ് അവരുടെ നിരൂപണം ഗ്രഹിച്ചു. കണ്ടോ? അപ്പോൾ വചനം ധ്യാനിച്ചു വരുമ്പോൾ വെളിപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൻ്റെ മറുപടിയും വചനത്തിൽ തന്നെയാണ്. വചനം വിട്ടുകളയരുത്. ഒരു പാപി കർത്താവിനെ അന്വേഷിച്ച് വരുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇല്ല, എതിർക്കുക ചെയ്യുന്നത്. കണ്ടോ? ഒരു മനുഷ്യൻ്റെ മകൾ മരിച്ചു, അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ശവമടക്കിനുള്ള കാര്യങ്ങൾ ചെയ്ത് ഒന്നോർത്തേക്ക്, ഈ മനുഷ്യൻ യേശുവിനെ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ വരുമ്പോൾ കേൾക്കുന്ന സൗണ്ട് എന്താണ്? കുഴലൂത്തുകാരും ആരവാരക്കൂട്ടവും. അവരുടെ ഉദ്ദേശം ശവം അടക്കിയിട്ട് പോകുക എന്നുള്ളതാണ്. ലോകദൃഷ്ടി നോക്കിയാൽ സഹായമാണ് ചെയ്യുന്നത്, ഉപകാരമാണ് ചെയ്യുന്നത്. അതിനെ ജയിക്കണം. ആ കുഴലൂത്തുകാരെ, ആരവാരക്കൂട്ടത്തെ, സമൂഹത്തെ ഭയപ്പെടരുത്. നിങ്ങൾക്ക് വേണേൽ സമൂഹത്തെ ഭയപ്പെട്ട് അവരിൽ ഒരാളായി തീരാം. മറിച്ച് ഒഴുക്കിനെതിരെ നീന്തിയാൽ എല്ലാവരും കാണിച്ചത് സഭയിൽ പോകണം. ആ സമൂഹം പിന്നീട് നിങ്ങളെ ഫോളോ ചെയ്യും. കാരണം ജയിപ്പിക്കുന്ന ഒരാൾ സഭയിലുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വലിയ വിടുതലുകൾ, പാപമോചനം, ശാരീരിക സൗഖ്യം, സമൂഹത്തിൽ മാനം, കർത്താവിൽ സന്തോഷം, മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ്, പട്ടണവാതിക്കൽ ശബ്ദം കർത്താവിന് വേണ്ടി, എല്ലാം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. നിങ്ങൾ എതിർക്കുന്നവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയായി പോകട്ടെ. കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.